അയോധ്യയിലേക്ക് എത്തുന്ന ക്ഷണിക്കപ്പെട്ട സന്ദർശകർക്കായി വിപുലമായ താമസ സൗകര്യമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കുന്നത്. 45 ഏക്കറിൽ 15,000 പേർക്ക് ഒരേ സമയം താമസിക്കാവുന്ന ടെന്റ് സിറ്റി തയ്യാറാവുകയാണ്. ഇതിന്റെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത് ഒരു മലയാളിയാണ്. പ്രാൺപ്രതിഷ്ഠ ദിനമായ ജനുവരി 22-ന് നിരവധി വിശിഷ്ട വ്യക്തികളാണ് രാജ്യത്തുടനീളമുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ സാവുമാർ ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കാനായി വരുന്നുണ്ട്. ഇവർക്കുള്ള താമസ സൗകര്യം അത് ക്ഷേത്ര ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നഗരിയിൽ പുരോഗമിക്കുന്നത്. ഇത് ടെന്റ് സിറ്റിയാണ്. ഇവിടെ എത്തുന്ന സ്വാമിമാർക്കൊക്കെ അത്യാധുനിക സൗകര്യങ്ങളടക്കം ഒരുക്കിയാണ് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുന്നത്. 22-ന് ശേഷവും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. കേരളത്തിൽ നിന്നടക്കം ഒരുപാട് പേർ വരുന്നുണ്ട്. ഇവർക്കൊക്കെ സൗജന്യമായ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ള വലിയ കഠിന പ്രയത്നത്തിലാണ് ട്രസ്റ്റ്. അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിന്റെയൊക്കെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് മലയാളിയായ കോഴിക്കോട് സ്വദേശി ശ്രീ ജിജേഷ് പട്ടേലാണ്. അദ്ദേഹം ബജരംഗ് ദളിന്റെ 2 സംസ്ഥാനങ്ങളിലെ ക്ഷേത്രീയ കോർഡിനേറ്റർ കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. ഇതെന്താണ് ഇതിന്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും? താമസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അത് നമ്മൾ ആ തലത്തിൽ ചെയ്തു കൊടുക്കുകയും വേണം. എങ്ങനെയാണ് ആ കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത്? ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഈ താമസത്തെ കുറിച്ചായിരുന്നു. ട്രസ്റ്റ് ഇവിടെ 45 ഏക്കറിലാണ് നമ്മൾ ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ 6 ഭാഗങ്ങളാക്കി തിരിച്ച് 6 പുരങ്ങളാക്കി തിരിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരേ സമയത്ത് 15,000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണുള്ളത്. 6 പാർട്ടാക്കി തിരിച്ചിട്ടുള്ളതിൽ ഓരോ ഭാഗത്തിനും താമസിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഭോജനാലയം, ഭക്ഷണശാല അത് വേറെ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം എന്നത് സന്യാസി വര്യന്മാർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. അതിനകത്ത് 3 പേരാണ് ഉണ്ടാവുക. അതിനകത്ത് തന്നെ അവർക്ക് കുളിക്കുവാൻ വേണ്ടിയിട്ടുള്ളതും മറ്റ് പ്രാഥമിക നിർവഹണത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണുള്ളത്. ബാക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ ഡോർമെറ്ററികളായിട്ട് 20 പേര് 10 പേര് താമസിക്കുന്നതും അതിനു വേണ്ടിയിട്ട് അവർക്ക് പിറകിൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഭോജനാലയങ്ങൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ അതിനു വേണ്ടിയിട്ട് വേറെ തന്നെയാണ്. അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളുടെ തന്നെ ഡൽഹിയുടേതുണ്ട്, പഞ്ചാബിൻ്റെതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഭോജനശാലകൾ ഇതേപോലെ 6 എണ്ണം ഉണ്ട്. എല്ലാ വ്യവസ്ഥകളും ഇവിടെ നമുക്കറിയാം കേരളത്തെ പോലെയല്ല, നല്ല തണുപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു നഗരത്തിനകത്ത് ഏകദേശം 45 വഴികളുണ്ടാവും. അങ്ങനെയുള്ള 45 വഴികളിൽ 45 ഇവിടുത്തെ ഭാഷയിൽ പറയുമ്പോൾ ഗല്ലി, നമ്മളെ വേണമെങ്കിൽ ഒരു കോളനി എന്ന് പോലെ പറയാം. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും 3 സ്ഥലങ്ങളിൽ തീ കായാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വരുന്ന ഭക്തന്മാർക്കുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒന്ന്, ഇത് തീർത്തും സൗജന്യമായിട്ടാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. പ്രതീക്ഷിക്കുന്നുണ്ട് മുഴുവൻ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 15,000 പേര്, 12,000-നും 15,000-നും ഇടയ്ക്ക് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുള്ള ആളുകളുടെ ഭോജനശാലയാണ്. അവരിപ്പോൾ ഇത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 20 ബെഡ് അടങ്ങുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 സ്ഥലത്ത് 3 സ്ഥലത്ത് അത്തരത്തിൽ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെ, ഈ നമ്മൾ ഈ 22-ന് ശേഷവും ഒരുപാട് പേരെ പ്രതീക്ഷിക്കുന്നു. ഏത് ദിവസം വരെ ആയിരിക്കും അവർക്കുള്ള സൗകര്യങ്ങൾ വരെ ഒരുങ്ങിയിരിക്കുക? പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 24-ാം തീയതി മുതൽ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഇവിടേക്ക് നമ്മുടെ രാമഭക്തന്മാർ വരാൻ തുടങ്ങും. അങ്ങനെ അവസാനം കേരളം 23-ാം തീയതി, ഫെബ്രുവരി 23-ാം തീയതി വരെ ഇവിടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഈ ഒരു പദ്ധതി 23-ാം തീയതി വരെ നടക്കുന്നുണ്ടാവും. പൂർണ്ണമായും ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെലവിലാണ് ഈ പരിപാടികളെല്ലാം? അതെ, ക്ഷേത്ര ട്രസ്റ്റാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഭൂമിയും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് ക്ഷേത്ര ട്രസ്റ്റാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആഹാരശാലകളുണ്ടല്ലോ, അതൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ പല ക്ഷേത്രങ്ങളിൽ അവരെല്ലാം കൂടി ചെയ്യുന്നതാണത്. എല്ലാം സേവനമാണല്ലേ? പലരും ഇവിടെ വർക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ ഇവിടെ 300ഓളം ആളുകൾ, നമ്മുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ 300ഓളം പേര് ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. അതെല്ലാവരും തന്നെ ജോലി വിട്ട് 2 മാസമായിട്ട് ഇവിടെയാണ്, കഠിന പ്രയത്നത്തിലാണ്. ഏതാണ്ട് ഒരു 18-19-ാം തീയതി ആകുമ്പോഴേക്ക് ഒരു 300-400 പേരും കൂടി വരാനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 600 പേര്, 600-നും 700-നും പേര് ഇടയ്ക്കുള്ള ആളുകൾ സംഘടനയുടെ ഭാഗത്തു നിന്ന്, ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ സേവനത്തിന് വേണ്ടിയിട്ടുണ്ടാവും. അതാണ് ഈ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം മാറണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചർച്ചകൾ പോലെ അല്ല.
സങ്കല്പം മാറണമെങ്കിൽ ഇവിടെ വന്ന് കണ്ട് അത് അനുഭവിച്ച് നമ്മളത് അറിയണം. കാരണം അത്രത്തോളം പ്രസക്തമാണ് ഇവിടെ ഓരോ കാര്യങ്ങളും. വലിയ സേവനം നടത്തുന്ന ആളുകളാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ. ഇവിടെ രാമഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരുപാട് സേവനം നടത്തുന്നു. 700 പേർ ഇവിടെ അഹോരാത്രം ജോലി ചെയ്യുന്നു. കാരണം വന്നു പോകുന്നത് 2 ലക്ഷത്തിലധികം ഭക്തരാണ്. ഒരു പരാതിയുമില്ലാതെ അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള കഠിന യത്നത്തിലാണ് ഇവരെല്ലാം തന്നെ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. രാമക്ഷേത്ര